ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പനേര ചിന്തയ്ക്കായി വേദപുസ്തകത്തിൽ നിന്നും എടുത്തിരിക്കുന്ന വാക്യം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-ാം സങ്കീർത്തനം, അതിൻ്റെ 4-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 37, അതിൻ്റെ 4-ാമത്തെ വാക്യം. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. വളരെ അർത്ഥമുള്ള, നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു പുത്തൻ ഉണർവ് നൽകുന്ന, നമ്മുടെ ജീവിതത്തിന് ശക്തി പകരുന്ന ഒരു വചനമാണിത്. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പലവിധമായ ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. നാളെയോർത്ത് നാം ചിന്തിക്കാറുണ്ട്. മക്കളുടെ ഭാവിയോർത്ത്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ആവശ്യത്തെ ഓർത്ത്, നമ്മുടെ കുടുംബകാര്യത്തെ ഓർത്ത്, നമ്മുടെ വ്യക്തിപരമായ മറ്റു കാര്യങ്ങളെ ഓർത്ത്, വിദ്യാഭ്യാസത്തെ ഓർത്തൊക്കെ നാം ചിന്തിക്കാറുണ്ട്. അതിനോടനുബന്ധിക്കുന്ന അനേകം ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. പക്ഷേ പല ആഗ്രഹങ്ങളും നമ്മുടെ അടുത്തു നിന്ന് മാറുമ്പോൾ, അതിലേക്ക് ചെന്ന് കയറി തൊട്ടില്ല എന്ന കണക്കിന് നമ്മിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നാം ഭാരപ്പെട്ട് തിരികെ നടക്കുന്ന സാഹചര്യങ്ങളുണ്ട്. വേദനപ്പെട്ട് മാറുന്ന അനുഭവങ്ങളുണ്ട്. ഇവിടെ വചനം പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ യഹോവയിൽ രസിച്ചുകൊള്ളുക, യഹോവയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, യഹോവയിൽ വിശ്വസിക്കുക. യഹോവയിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവം നൽകുവാനിടയായി തീരും. ഇവിടെ പറയുന്നത് നിന്റെ ആഗ്രഹം എന്നല്ല, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്നാണ്. നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ചില ആഗ്രഹങ്ങൾ ഏതോ ഒരു കിടപ്പുണ്ട്. അത് എടുക്കുവാൻ ചിലപ്പോൾ സാമ്പത്തികം അനുവദിക്കുന്നില്ല. അത് പുറത്തെടുക്കുവാൻ ചില സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. ഉദാഹരണമായി, നമുക്ക് ഭവനം ആവശ്യമാണ്, പക്ഷേ സാമ്പത്തികമായ സാഹചര്യം ഇല്ലാത്തതിനാൽ അത് നമുക്ക് ആ ആഗ്രഹം ഒന്ന് പൂർത്തീകരിക്കുവാനോ അത് പുറത്തെടുത്ത് അത് ചെയ്യുവാനോ സാധിക്കാത്ത ചില സാഹചര്യങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഏതോ ഒരു മൂലയ്ക്ക് കിടക്കുന്ന, നടക്കില്ല എന്ന് പറഞ്ഞ ചില ആഗ്രഹങ്ങൾ ദൈവത്താൽ അത് സംഭവിക്കുവാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ജീവിതങ്ങളിൽ. അതിനെന്ത് ചെയ്യണം? യഹോവയിൽ രസിച്ചുകൊള്ളുക. യഹോവയിൽ രസിച്ചുകൊള്ളുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുള്ള ആഗ്രഹങ്ങളെ നാം മാറ്റിവെച്ച, നടക്കില്ല എന്ന് പറഞ്ഞ, ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ, ഒരിക്കലും നടക്കില്ല, ജീവിതത്തിന്റെ ഒരു സമയത്തും ഇതൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ ഈ ആഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകുവാനിടയായി തീരും. മക്കളുടെ വിദ്യാഭ്യാസമായിരിക്കാം, നമുക്ക് നല്ലൊരു ഭവനത്തിന് വേണ്ടിയായിരിക്കാം, കുടുംബജീവിതമായിരിക്കാം, മറ്റു എന്തു ആയിക്കോട്ടെ, നമ്മുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആഗ്രഹങ്ങളെ മാനിക്കണമെങ്കിൽ നാം യഹോവയിലേക്ക് ഇറങ്ങി ചെല്ലണം. യഹോവയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കണം. ആ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മാറുന്നൊരനുഭവത്തിലേക്ക് ആയിത്തീരും എന്നതിൽ യാതൊരു സംശയമില്ല. മനുഷ്യ ജീവിതത്തിന്റെ അകത്ത് അസ്വസ്ഥതകൾ നിറയാറുണ്ട്. പ്രതീക്ഷകൾ മാത്രമുള്ള ജീവിത സാഹചര്യമാണ് മനുഷ്യന്റെ ജീവിതം. ആഗ്രഹങ്ങളൊന്നും നടക്കാതിരിക്കുമ്പോൾ മനുഷ്യൻ പിന്നിലേക്ക് മാറാറുണ്ട്, ആത്മഹത്യയുടെ വക്കിലേക്ക് എത്താറുണ്ട്. അത് മാത്രമല്ല, ഇനി ജീവിക്കേണ്ട എന്ന് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. എങ്കിൽ ഇന്ന് ഈ പകൽക്കാലം ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രം: യഹോവയെ രസിച്ചുകൊണ്ടാൽ അതേ നമ്മുടെ ജീവിതത്തിലെ സകല ആഗ്രഹങ്ങളും ദൈവം മാനിക്കുവാനിടയായി തീരും. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ രസിച്ചുകൊള്ളുക, ദൈവത്തിലേക്ക് ഇറങ്ങി ചെല്ലുക. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം മാനിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഈ ലോകത്തിന് അത് അസാധ്യമായിരിക്കും, എന്നാൽ ദൈവത്തിന് അത് സാധ്യമാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലുള്ളവർക്ക് അത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് അത് സാധ്യമാണ്. സമൂഹത്തിലുള്ളവർക്ക് അത് അസാധ്യമാണ്, ദൈവത്തിന് സാധ്യമാണ്. നമ്മെ നോക്കി പലരും പറഞ്ഞിരിക്കുക, അതൊന്നും സംഭവിക്കുകയില്ല, നടക്കില്ല, ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തിന് അത് അസാധ്യമാണ്, സാധ്യമാണ്. ദൈവം അത് സാധ്യമാക്കി തീർക്കും. ദൈവത്തിന് ചെയ്യുവാൻ കഴിയും.
ദൈവത്തിന് സംഭവിക്കുവാനുള്ള ശക്തിയുണ്ട്. നാം ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? യഹോവയിലേക്ക് ഇറങ്ങി ചെല്ലുക. എങ്ങനെ യഹോവയിലേക്ക് ഇറങ്ങി ചെന്നാൽ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹമായി തീരും എന്നതിൽ യാതൊരു സംശയമില്ല. ഈ വചനം നിങ്ങളെ അധികമായി ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷ ഇന്ന് വിരമിക്കുകയാണ്. ദൈവം ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിച്ചു വഴി നടത്തുമാറാകട്ടെ. ആമേൻ.